ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബറിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യൻ-ഓഷ്യ സംയുക്ത സൈനികാഭ്യാസമാണ് സമുദ്രശക്തി 2025 ഒക്ടോബറിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യ-ഇന്തോനേഷ്യ സംയുക്ത സൈനികാഭ്യാസം സമുദ്രശക്തി 2025 എന്നുള്ളതാണ്. അടുത്തത് 2025 ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീട ജേതാക്കളാണ് മൊറോക്കോ. റണ്ണേഴ്സപ്പ് അർജന്റീനയായിരുന്നു. വേദി ചിലിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ PG കോഴ്സ് ആരംഭിക്കുന്ന സർക്കാർ സ്ഥാപനം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അടുത്തത് ക്യാൻസർ ബാധ്യത മുൻകൂട്ടി പ്രവചിക്കുന്ന സെൽ ടു സെൻറ്റൻസ് C2S AI മോഡൽ വികസിപ്പിച്ചത് ഗൂഗിളാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദിനോസർ ഫോസിൽ കണ്ടെത്തിയ രാജ്യം അർജന്റീനയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദിനോസർ ഫോസിൽ കണ്ടെത്തിയത്. ദീപാവലിയോടനുബന്ധിച്ച് 26 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നഗരം ഏതാണ്? അയോധ്യയാണ് ആ നഗരം. 2025 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ നാശം വിതച്ച ഉഷ്ണമേഖല കൊടുങ്കാറ്റാണ് ഫെൻഷൻ. സുൽത്താൻ ജോഹർ കപ്പ് ഹോക്കി ടൂർണമെൻറ്റ് 2025 ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണേഴ്സപ്പ് ഇന്ത്യയായിരുന്നു. വേദി മലേഷ്യയിലാണ്. VS അച്യുതാനന്ദൻ്റെ സ്മരണാർത്ഥം അർബൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാളയം അർബൻ പാർക്ക്. ISL ഫുട്ബോൾ ക്ലബ്ബായ ഹൈദരാബാദ് FC-യുടെ പുതിയ പേരാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. നെപ്പോളിയൻ ചക്രവർത്തിയുടെ വജ്രാഭരണങ്ങൾ ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ടത് ലൂർവ് മ്യൂസിയം, പാരീസ്. 2025 ഒക്ടോബറിൽ P. ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായത് TM കൃഷ്ണ. 2025 ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് KG ബാബുരാജാണ്. അപ്പം P. ഗോവിന്ദപിള്ള പുരസ്കാരം TM കൃഷ്ണനും ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ പുരസ്കാരം KG ബാബുരാജ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹമാണ് മിഷൻ ദൃഷ്ടി. വികസിപ്പിച്ചത് ഗാലക്സി സ്പേസ് സൊല്യൂഷൻ, ബംഗളൂരു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.